കേരളത്തിലെ വസ്തുവിന്റെ വില കൂടും. കേരള ബഡ്ജറ്റ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തിലെ വസ്തുവിന്റെ വില 1-2 വർഷത്തിനുള്ളിൽ ഇരട്ടിയെങ്കിലും ആയേക്കാം. കാരണം എന്താണെന്നറിയാമോ? വർഷങ്ങളായിട്ട് തൊടാത്ത ഭൂമിയുടെ നിയമത്തെ നമ്മുടെ മുഖ്യമന്ത്രി ധൈര്യത്തോടെ തൊട്ടിരിക്കുന്നു. വർഷങ്ങളായിട്ട് മാറി മാറി വന്ന സർക്കാരുകൾ തൊടാൻ പേടിച്ച ഈ ഭൂമിയുടെ നിയമം പരിഷ്കരിക്കാം എന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്ന രീതിയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്നാമത്, സ്ഥലം കുറവുള്ള ഈ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റും കൂടെ വന്നു കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ വില ഇരട്ടിയാകുമെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഇതൊരു റൈറ്റ് ടൈം ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. 10-15 വർഷമായിട്ട് സ്ഥലം വാങ്ങുക എന്നതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു. സ്ഥലം വിൽപ്പനയ്ക്ക് പ്ലോട്ട് ഫോർ സെയിൽ എന്നുള്ള ബോർഡുകളുടെ എണ്ണം ഇനിയും വരുന്ന കാലത്ത് കുറയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.